ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 2:2. യഹോവയ്ക്ക് അവൻ്റെ അഭിഷിക്തനു വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹാസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഭൂമിയിലെ രാജാക്കന്മാർ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറയാണ്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം അവനെ കണ്ട് ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയാണ് അപ്പോസ്തലന്മാരുടെ ബുക്കിലെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ ദൈവം പറയുന്നുണ്ട്, നമ്മളുടെ സ്വരൂപത്തിലും നമ്മുടെ ഛായയിലും മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കാമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾക്കും ഒരു DNA ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിലെ 13:18. ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം, ബുദ്ധി ഉള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ എത്ര? അതിൻ്റെ സംഖ്യ 666. ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം, ബുദ്ധി ഉള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം. ഹല്ലേലൂയ. ജ്ഞാനമില്ലാണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ദൈവമക്കളെ? ഒരിക്കലും പറ്റില്ല. ഹല്ലേലൂയ. കൊറോണ വന്ന സമയത്ത് ടെമ്പറേച്ചർ നോക്കാൻ നെത്തി കാട്ടി കൊടുത്തു, നമ്മുടെ കൈ കാണിച്ചു കൊടുത്തു, എന്തെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ അതെന്താ സംഭവമെന്ന്? ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. വെളിപ്പാട് 13:18. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധി ഉള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ എത്ര? അതിൻ്റെ സംഖ്യ 666. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മൾ ബുദ്ധിയുള്ളവരായി ജ്ഞാനമുള്ളവരായി ജീവിച്ചില്ലെങ്കിൽ ദൈവമക്കളെ നമ്മൾ പെട്ടുപോകും, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഒരിക്കലും സാത്താന് വിറ്റുകളയരുത്. ഹല്ലേലൂയ. മന്ദിരത്തെ പൊളിച്ചിട്ടിട്ട് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം.